ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ലോഗ് കണ്ടാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി നല്ല ചൂടുള്ള പുട്ടും നല്ല വറുത്തരച്ച കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ദേവിക വിളിച്ചത്. ഹോസ്റ്റലിൽ ബോറടിച്ച് വിളിച്ചതാണ്, എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് മടിയായതുകൊണ്ട് അവൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞതിന് വീഡിയോ കോൾ ചെയ്തിട്ട് അവളും സർപ്രൈസായി. ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കണ്ടിട്ട് ഒരുപാട് നാളായി ഒരുമിച്ച് കണ്ടിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. കുമ്പളങ്ങിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായൽ കാണിക്കാതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ അഞ്ഞലത്തറയിലേക്ക് പോയി. അഞ്ഞലത്തറയിൽ പോയപ്പോഴത്തേനും അവിടെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായ കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ആട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വെയിലത്ത് നല്ല വെയിലുണ്ടായിരുന്നു, നട്ടം വെയിലായിരുന്നു. പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ വലിയ ചൂടറിഞ്ഞില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകാനായിട്ട് നടന്ന് പോകണമായിരുന്നു, കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരിപ്പായി. പിന്നെ നടന്ന് മെയിൻ റോഡ് എത്തിയപ്പോൾ അവിടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അങ്ങനെ ഒരു റുബിക്സ് ക്യൂബും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് ആഗ്രഹം മുടി സ്ട്രെയിറ്റ് ചെയ്യാനാ തുടങ്ങിയേ. പക്ഷേ സ്ട്രെയിറ്റ് ചെയ്ത് ലാസ്റ്റ് കേളിങ്ങിലാണ് എത്തിച്ചേർന്നത്. പിന്നെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ്സൊക്കെ നല്ല കുറവായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് ബസ് കിട്ടി. അങ്ങനെ ഞാൻ ബസ് കയറ്റി വിടാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. പക്ഷെ കുറേ നേരം ഞങ്ങൾ നിന്ന് പള്ളിയിൽ പ്രദക്ഷിണം വന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഒരു ബസ് കിട്ടിയത്. അങ്ങനെ അവളെയും ബസ് കയറ്റി വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്കും പോയിട്ടോ. ഇന്നാണെങ്കിൽ എമിലിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതുംകുട്ടനില്ലേ, അവൻ്റെ അനിയനാണ്. അങ്ങനെ അവനെ മൈൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എമിലിക്കുട്ടൻ്റെ ഒരു കുസൃതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സൺഡേയും കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.